ആകാശാന്തരീക്ഷത്തിലേക്ക് തല ഉയർത്തിക്കൊണ്ട് അമ്പിളിയമ്മാമനോട് മുത്തം കൊടുത്തുകൊണ്ട് അടക്കം പറയുന്നവൻ വടവൃക്ഷങ്ങൾ. ആ വടവൃക്ഷങ്ങളിൽ ചുറ്റിപ്പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വള്ളിക്കൂടാരങ്ങൾ, അതിന് താഴെ തഴച്ചു വളരുന്ന കുറ്റിക്കാടുകൾ, അതിന്റെ ഇടയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കൊച്ചരുവികൾ, ആ കൊച്ചരുവികളുടെ ചുറ്റുപാടും മനോഹരമായി വിധാനിച്ചിരിക്കുന്ന പുൽമേടുകൾ, അവിടെ തുള്ളിച്ചാടുന്ന മാൻപേടകൾ, കാറ്റുകൊള്ളുന്ന മയിലുകൾ, നൃത്തം വെക്കുന്ന മയിലുകൾ, ചീറ്റിയടിക്കുന്ന ചെമ്പിലികൾ, ചിഹ്നം വിളിക്കുന്ന കാട്ടാനകൾ, ഗർജിക്കുന്ന സിംഹങ്ങൾ, കാട്ടുപോത്തുകൾ, കണ്ടാമൃഗങ്ങൾ. ഇങ്ങനെ ഒരു ലോകം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിലമ്പൂർക്കാർക്ക് ഇത് വേഗം മനസ്സിലാക്കാൻ കഴിയും. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ കാട് ഒരു നിമിഷം ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. കാട്ടിലെ മൃഗങ്ങളെല്ലാം തടിച്ചു കൊടുത്ത് ഒരു കാട്ടിലും പട്ടിണി മരണങ്ങളില്ല. ഈ കാട്ടിൽ ഈ ജീവജാലങ്ങൾക്ക്, ചെറുതും വലുതുമായ ജീവജാലങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നവനാരാണ്? ഒന്നോ രണ്ടോ ദിവസമല്ല. വലിയ മൃഗങ്ങളെ കുറിച്ച് നമുക്ക് പറയാം, ചെറിയവയെ പിടിച്ച് തിന്ന് ചോദിക്കാനും പറയാനും ആരുമില്ല. കാട്ടുനീതി, യഥാർത്ഥത്തിൽ കാട്ടുനീതി എന്ന് പറയുന്നത് ഏറ്റവും ദൈവികമായ ഒരു നീതിയാണെന്നും കാട്ടിൽ പട്ടിണി മരണങ്ങളില്ലെന്നും നിങ്ങൾ ഓർക്കണം. ഏത് കാട്ടിലേക്ക് എന്ന് മനുഷ്യൻ കടന്നു കയറുന്നുവോ അന്നാണ് കാട്ടിൽ നീതി താളം തെറ്റുന്നത് എന്ന് നിങ്ങൾ അറിയണം. കാട്ടിൽ മൃഗങ്ങൾ ഫ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഓർക്കണം. എന്ന് പറഞ്ഞാൽ അന്നത്തെ അന്നത്തെക്കുറിച്ചല്ലാതെ തന്റെ ഭാവിയെക്കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരവസ്ഥയും ഈ കാട്ടിലെ മൃഗങ്ങളുടെ മുന്നിലില്ല.